5-6 കൊല്ലം മുന്നേ ഒരു ആവശ്യത്തിൽ തുടങ്ങിയ ബിസിനസ്സാണ് ട്ടോ ഇതിങ്ങനെ ഓരോ മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത്. കസ്റ്റമർ കുറഞ്ഞ അതുപോലെ തന്നെ ഞാനും അതൊക്കെ ചാക്കിക്കട്ടി വെച്ചട്ടോ. ഇപ്പം കുറേ ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയറൻസ് സെയിലിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടോ. അങ്ങനെ നമുക്ക് കുറച്ചധികം കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പാക്കിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാരുടെ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ബില്ല് നോക്കിയിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. കൂടെ എൻ്റെ ഹിമിയും കൂടി ഉണ്ട് കേട്ടോ. ബാക്കി 2 മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തുടങ്ങിയ പണിയാണ്. അപ്പോൾ ഞാനൊരു ഭാഗത്തൂട്ട പാക്ക് ചെയ്യുമ്പോൾ ഓന് ഒരു ഭാഗത്തൂട്ട ഓരോന്നെടുത്ത് പൊറുക്കിയിട്ട് അടിയിടി നിലത്ത് അടിയിടിയെല്ലാം ഇടുന്നിട്ട് കേട്ടോ. അപ്പോൾ കുറേ ടിന്നും കുറേ സാധനങ്ങൾ ഒരുപാട് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിട്ടോ. മുന്നേ നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ബൾക്ക് സാധനങ്ങൾക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിലെല്ലാം പൂട്ടിക്കെട്ടേണ്ടി വന്നു. ഇപ്പം ഞാനിതാ വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് കേട്ടോ ഇത്രയും ഒരു 5-8 പാക്കിങ് ഞാൻ കവറൊക്കെ ചെയ്ത്. അപ്പോൾ രാവിലെ എല്ലാം വലിച്ചിടാത്ത സാധനങ്ങൾ ഇതിപ്പോൾ ഫുൾ നിലത്ത് അങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇങ്ങനെ കുറേ ചൊറകളുണ്ട് കേട്ടോ. കരിച്ചലും പിടിച്ചലും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാനിതാ ഫൈനലായിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 മണിയായിട്ടും എൻ്റെ ഈ പാക്കിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ ഇരുന്ന് അത് 10 മണിക്ക് ഇരുന്നതാണ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം കൊറിയറൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊറിയർ എടുക്കാൻ വരുന്ന നമ്മളെ സതീശൻ ചേട്ടൻ ദായിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലിൻ്റെ അടുത്ത് DTDC കൊറിയർ അതിനെടുക്കാൻ വരുന്ന തന്നെ ഒരു ലക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് അങ്ങനെ അയക്കാൻ നിൽക്കാറില്ല. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അയച്ചു കിട്ടുമല്ലോ. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടോ.